ഹലോ, നമസ്കാരം. നിങ്ങൾ യുഎഇയിലാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അടുത്തുള്ള പലചരക്ക് കടകളൊക്കെ ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഷോപ്പിംഗ് രീതിയെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഈ ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിരിക്കും, അല്ലേ? നിങ്ങളുടെ വീടിന്റെ അടുത്ത് പെട്ടെന്നൊരു ദിവസം പുതിയൊരു സൂപ്പർമാർക്കറ്റ് വരുന്നത്, അല്ലെങ്കിൽ നിലവിലുള്ള കടകൾ തന്നെ പുതിയ രൂപത്തിലും ഭാവത്തിലുമൊക്കെ വരുന്നത്. എന്തായിരിക്കും ഇതിന്റെയൊക്കെ പിന്നിൽ? അപ്പോ ഇതൊന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല കേട്ടോ. ആളുകൾ സാധനങ്ങൾ വാങ്ങുന്ന രീതി തന്നെ മൊത്തത്തിൽ മാറുകയാണ്. നമുക്കിതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദമായിട്ട് നോക്കിയാലോ? അപ്പോ ഈ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട് ഏറ്റവും പുതിയ സംഭവം എന്താണെന്ന് നോക്കാം. യുഎഇയിൽ തന്നെയുള്ള, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു പുതിയ ഡിസ്കൗണ്ട് സ്റ്റോറിന്റെ വരവാണിത്. മാജിദ് അൽ ഫുത്തൈം സാവ എന്ന പേരിൽ ഒരു ഡിസ്കൗണ്ട് റീറ്റെയിലർ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ്. ഇപ്പോഴത്തെ ഈ കൂടിക്കൂടി വരുന്ന ജീവിത ചെലവിനിടയിൽ സാധാരണക്കാർക്ക് നല്ല വിലയിൽ സാധനങ്ങൾ കൊടുക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. അപ്പോ ഇത് വെറും ഒരു പുതിയ കടയല്ല, മറിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിന്റെ നേർക്കാഴ്ചയാണ്. ഓക്കേ, അപ്പൊ നമുക്ക് സാവ എന്ന ഈയൊരു ഉദാഹരണത്തിൽ നിന്ന് കുറച്ചുകൂടി വലിയൊരു ചിത്രത്തിലേക്ക് പോകാം. അതായത്, ഇത് പ്രതിനിധീകരിക്കുന്ന ആഗോള ബിസിനസ് മോഡൽ. ലോകം മുഴുവനുമുള്ള മാർക്കറ്റുകളെ അടിമുടി മാറ്റിയൊരു മോഡലാണിത്. ഈ ഡിസ്കൗണ്ടർ മോഡലിന്റെ ഹൃദയം എന്ന് പറയുന്നത് പ്രൈവറ്റ് ലേബൽ ഉൽപ്പന്നങ്ങളാണ്. അതായത്, ലുലുവിനും കാരിഫോറിനുമൊക്കെ സ്വന്തമായി ബ്രാൻഡുകളുണ്ട്, അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോ എങ്ങനെയാണ് ഇവർക്ക് ഇത്ര വില കുറച്ചു വിൽക്കാൻ പറ്റുന്നത്? വളരെ സിമ്പിളാണ്. വലിയ പരസ്യങ്ങൾക്കോ മാർക്കറ്റിങ്ങിനോ ഇവർ പൈസ കളയുന്നില്ല. ആ ലാഭം നേരെ നമുക്ക്, അതായത് ഉപഭോക്താക്കൾക്ക് തരുന്നു. പണ്ടൊക്കെ ഇവയൊക്കെ വെറും വില കുറഞ്ഞ സാധനങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ വലിയ ബ്രാൻഡുകളോട് കിടിപിടിക്കുന്ന ഉൽപ്പന്നങ്ങളായതൊക്കെ മാറിക്കഴിഞ്ഞു. ഈ രണ്ട് തന്ത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ അത് വളരെ വലുതാണ്. വലിയ ബ്രാൻഡുകൾ കോടിക്കണക്കിന് രൂപയാണ് പരസ്യത്തിനും പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുമൊക്കെയായി ചിലവഴിക്കുന്നത്. എന്നാൽ പ്രൈവറ്റ് ലേബലുകളോ? അവരാ പൈസയൊക്കെ ലാഭിച്ച് നമുക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ തരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന്, പാല് പോലുള്ള അടിസ്ഥാന സാധനങ്ങളിലൊക്കെ ഈയൊരു തന്ത്രം വലിയ വിജയമാണ്. ഈ മോഡൽ എത്രത്തോളം പവർഫുൾ ആണെന്ന് നോക്കിക്കേ. യൂറോപ്പിലെ ഏറ്റവും ഡെവലപ്ഡായ മാർക്കറ്റുകളിലൊന്നാണ് സ്വിറ്റ്സർലൻഡ്. അവിടെ വിൽക്കുന്ന സാധനങ്ങളിൽ ഏതാണ്ട് പകുതിയോളം, അതായത് 45% സ്റ്റോർ ബ്രാൻഡുകളാണ്. ചിന്തിച്ചു നോക്കൂ. യുറോപ്പിൽ മൊത്തത്തിൽ നോക്കിയാൽ നമ്മൾ വാങ്ങുന്ന ഓരോ 3 സാധനത്തിലൊന്നും പ്രൈവറ്റ് ലേബലുകളാണ്. ഈയൊരു വിജയകരമായ മാതൃകയാണ് ഇപ്പോൾ നേരെ യുഎഇയിലേക്കും വരുന്നത്. അപ്പൊ നമുക്ക് തിരിച്ച് യുഎഇയിലേക്ക് വരാം. പണ്ടത്തെ മാർക്കറ്റും ഇന്നത്തെ ആളുകളുടെ ചിന്താഗതിയും തമ്മിൽ ആനയും ആടും പോലെയുള്ള വ്യത്യാസമുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഒരു 10 വർഷം മുൻപ്, അതായത് 2014-ൽ യുഎഇയിലെ പ്രൈവറ്റ് ലേബൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വെറും 1%. ഒന്ന് ഓർത്തു നോക്കൂ. ഈ ചാർട്ടിൽ യുഎഇ എവിടെയാണെന്ന് കണ്ടോ? ഏറ്റവും താഴെ. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടൊന്ന് താരതമ്യം ചെയ്തു നോക്കിക്കേ. എന്ത് ചെറിയൊരു മാർക്കറ്റായിരുന്നു നമ്മുടേതെന്ന്. അന്ന് ആളുകൾക്ക് വലിയ ബ്രാൻഡുകളിൽ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. വില കുറച്ചു കൂടിയാലും കുഴപ്പമില്ല, അറിയുന്ന ബ്രാൻഡ് മതി എന്നായിരുന്നു ചിന്ത. എന്നാൽ ഇന്നെന്താ അവസ്ഥ? എല്ലാം തലകീഴായി മറിഞ്ഞു. ഇന്നൊരു യുഎഇ ഷോപ്പറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമെന്താ? പൈസയ്ക്ക് കിട്ടുന്ന മൂല്യം. 53% ആളുകളും നോക്കുന്നത് വിലയും ഓഫറുകളുമാണ്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ആ പഴയ ബ്രാൻഡ് ലോയൽറ്റിയുടെ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോ വാല്യൂ ആണ് ഇവിടത്തെ രാജാവ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. ആരാണ് ഇന്ന് കളി ജയിക്കുന്നത്? എങ്ങനെയാണ് ഈ മത്സരക്കളം മൊത്തത്തിൽ മാറിയത് നോക്കാം. ഈ കണക്ക് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. യുഎഇയിലെ 10-ല് ഏകദേശം 9 പേരും ഡിസ്കൗണ്ട് സ്റ്റോറുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ താൽപ്പര്യമുള്ളവരാണ്, അല്ലെങ്കിൽ ഓൾറെഡി വാങ്ങുന്നവരാണ്. ഇതിൽ നിന്നെന്താ മനസ്സിലാക്കേണ്ടത്? കുറഞ്ഞ വിലയിലുള്ള സ്റ്റോറുകൾക്ക് ഇവിടെ എന്തുമാത്രം ഡിമാൻഡാണെന്നല്ലേ? അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ഇത്രയും വലിയൊരു മാറ്റം വരുമ്പോ ലുലു, കാരിഫോർ പോലുള്ള വലിയ കളിക്കാർക്ക് ടെൻഷൻ കാണില്ലേ? പക്ഷെ ഉത്തരം നിങ്ങളെ ചിലപ്പോ ഒന്ന് അതിശയിപ്പിക്കും. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. പകുതിയിലധികം വരുന്ന റീറ്റെയിലർമാരും ഈ ഡിസ്കൗണ്ട് സ്റ്റോറുകളെ ഒരു ഭീഷണിയായിട്ട് കാണുന്നേയില്ല. ഇതൊരു പക്ഷേ മാറുന്ന ആളുകളുടെ ഇഷ്ടങ്ങൾ അവർക്ക് ശരിക്കും മനസ്സിലാവാത്തതുകൊണ്ടാകുമോ? ഈ സ്ലൈഡ് ഉണ്ടല്ലോ, ഇത് ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു എക്സ്റേ റിപ്പോർട്ട് പോലെയാണ്. ഇതിൽ മുകളിൽ വലതുവശത്ത് കാണുന്ന വിന്നിംഗ് എന്ന ഭാഗത്ത് കാരിഫോർ, ലുലു, നെസ്റ്റോ പോലുള്ള വമ്പന്മാരാണ്. കാരണമെന്താ? ഇവർ നല്ല വിലയും ഓഫറുകളും കൊടുത്ത് ആളുകളെ പിടിച്ചു നിർത്തുന്നു.
അതേസമയം താഴെ വലതുവശത്ത് നോക്കിക്കേ, അവിടെയാണ് വിവ പോലുള്ള പുതിയ ഡിസ്കൗണ്ടർമാരുടെ സ്ഥാനം. ഇവർ ഫോക്കസ് ചെയ്യുന്നത് വിലയിൽ മാത്രമാണ്. അപ്പോ ഇവര് തമ്മിലാണ് ഇന്നത്തെ യഥാർത്ഥ മത്സരം നടക്കുന്നത്. ഈ ഡിസ്കൗണ്ടർ വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിവ. 2018 തുടങ്ങി വെറും കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ മാർക്കറ്റിലൊരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചു. പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് അവരുടെ വളർച്ച ഏകദേശം 96%. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് UAEയിലെ 4-1 വീടുകളിലും വിവ എത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വിവയുടെ ഈ അവിശ്വസനീയമായ വളർച്ചയാണ് ലുലു, കാരിഫോർ പോലുള്ള വലിയ റീറ്റെയിലർമാരെ പോലും സ്വന്തമായിട്ട് പ്രൈവറ്റ് ലേബലുകൾ ഇറക്കാനും വില കുറയ്ക്കാനുമൊക്കെ നിർബന്ധിതരാക്കിയത്. അപ്പോ ഈ വലിയ മാറ്റങ്ങളൊക്കെ ഒരു സാധാരണ ഉപഭോക്താവെന്ന നിലയിൽ നിങ്ങൾക്കെങ്ങനെയാണ് ഗുണകരമാവുന്നത്? നമുക്കതിന്റെ ചുരുക്കം ഒന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾക്കൊരു സുവർണാവസരമാണ്. ഒന്നാമതായി, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ ഒരുപാട് തരം കടകളുണ്ടാകും. രണ്ടാമത്, നിങ്ങളുടെ ഓരോ ദിർഹനും വേണ്ടി ഇവർ മത്സരിക്കുമ്പോൾ സാധനങ്ങളുടെ വില കുറയും. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോർ ബ്രാൻഡുകൾ സുലഭമാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡിസ്കൗണ്ട് സ്റ്റോറുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയാൽ നിങ്ങളുടെ മാസ ബഡ്ജറ്റിൽ 25 മുതൽ 30% വരെ ലാഭിക്കാൻ പറ്റിയേക്കും. അപ്പോൾ നമ്മൾ അവസാനം ചിന്തിക്കേണ്ട ഒരു പ്രധാന ചോദ്യമുണ്ട്. വിലയും മൂല്യവുമാണ് ഏറ്റവും പ്രധാനമെന്ന് വരുമ്പോൾ നമ്മൾ വർഷങ്ങളായി വിശ്വസിച്ചിരുന്ന ആ വലിയ ബ്രാൻഡുകളോടുള്ള കൂറ് അതൊക്കെ വെറും പഴങ്കഥയാകുമോ? നിങ്ങളുടെ ഷോപ്പിംഗ് ശീലങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചോദ്യമാണിത്. അടുത്ത തവണ കാണുന്നതുവരെ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ.